2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യം. The theme always tells about the wedding at Cana, city of Cana. കാനായിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ കർത്താവിന്റെ അത്ഭുതത്തെ പറ്റിയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. ഇത് പല പ്രാവശ്യം കേട്ടിട്ടുള്ള ഭാഗം. എന്താണ് ഈ മോഡസിൽ ഭാഗം? എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാനാണ്. ഞാൻ തന്നെ ഒരു 6 വട്ടമേലും ഈ ഭാഗം ഇവിടെ പ്രസംഗിച്ചതായി ഞാൻ ഓർക്കുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ചിന്തിക്കാനുണ്ട് എന്ന് ചാപ്റ്റർ 2 ഇതിന്റെ മൗത്തമേലെ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ വിളിച്ച് കൃപയ്ക്കായ സ്തോത്രം. രുചി വെടിഞ്ഞ് രുചി പകരുവാൻ സഹായിക്കുന്നത് നമുക്ക് ഞങ്ങളോട് പറയുന്നത് ഹൗ ടു ബി എ ഡിസിപ്പിൾ, എങ്ങനെ ഒരു ശിഷ്യനായിരിക്കാൻ സാധിക്കുന്നതാണ്. ഒരു ഡിസിപ്ലിൻ ക്രിസ്ത്യൻ ലൈഫ് നയിക്കാൻ സാധാരണ ഇന്ന് നോമ്പുകളൊക്കെ അവഗണിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. നോമ്പ് നോക്കണമെന്ന് പറയുമ്പോൾ മക്കളെ ശ്രമിക്കും നോമ്പ് നോക്കണം, ഇതിലെന്തോ മോശമായ ഒരു കാര്യം എന്നാണ്. പക്ഷെ ഉപവാസത്തോട് ഇഷ്ടമാണ്, നോമ്പിനോട് ഇഷ്ടമാണ്. 2 പരിവാഹം ഇത് 50 ദിവസം ഉപവാസം. നമ്മൾക്ക് ഒത്തിരി നല്ല നോമ്പുകളുണ്ട്. ആ എല്ലാ നോമ്പുകളും പറയാൻ തുടങ്ങി ഇതുവരെ നോമ്പുണ്ടോ മാസമാസം നോമ്പുകളല്ല. നോമ്പുകൾ നമ്മളോട് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ these lens always tells about how to be a disciple of Christ, how to be the follow the Christian discipline. എങ്ങനെ ക്രിസ്തീയ ഡിസിപ്ലിൻ ഒന്ന്, ഈ മത്സ്യമാംസാദികളൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ഇമോഷനെ അതിൽ വെയിറ്റ് ചെയ്യും, ലോകപരമായ ചിന്തകൾ വരും, ഒരു കോൺസെൻട്രേഷൻ വരികയില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇറച്ചി മീനും ഉപയോഗിക്കരുത്. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇറച്ചി മീനും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കാൻ സാധിക്കും? ഇന്ന് ഇറച്ചിയേക്കാളും മീനേക്കാളും നാട്ടു വിലയാണ് പച്ചക്കറിക്ക്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ ഇറച്ചി മീനും ഇല്ലാതെ ജീവിക്കാൻ സാധിക്കും? ചിലർ പറയും എനിക്ക് ഒന്നുമില്ലേലും വേണ്ടില്ല, മീൻ്റെ ഇച്ചിരി ചാറാന്നേലും മതി, എന്നാലേ എനിക്ക് ഭക്ഷണം ഇറങ്ങുള്ളൂ. അതാണ് പ്രശ്നം. മീൻ കഴിക്കുന്നതല്ല പ്രോബ്ലം, എനിക്കിതില്ലാതെ പറ്റത്തില്ല എന്നുള്ളതാണ്. ഇന്നത്തെ മെഡിറ്റേഷൻ അതാ പറയുന്നത്. വീഞ്ഞില്ലാതെ പച്ചവെള്ളം കൊണ്ട് വല്ലതും നടക്കുമോ? ദിസ് ഈസ് ദ ഓൺലി ക്വസ്റ്റ്യൻ. വാട്ടർ ഇൻസ്റ്റെഡ് ഓഫ് വൈൻ. യഹൂദൻ ഈ ഭാഗം നമ്മളോട് പറയുന്നത് യഹൂദന്മാരുടെ ആ ഒരു ആധ്യാത്മികതയുണ്ട്, അതിനെ മാറ്റി ദൈവം പുതിയ ഒരു സ്പിരിച്വാലിറ്റിയെ പറ്റി പഠിപ്പിക്കുക. ക്രിസ്തു അവരുടെ ഒരു ആധ്യാത്മികത എന്നൊക്കെ പറഞ്ഞാൽ, സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് വിത്ത് റിലീജിയസ് റെഗുലേഷൻസ് ആണ്. പള്ളി വരിക, ആരാധനയിൽ പങ്കെടുക്കുക, യാഗം കഴിക്കുക. പാപയാഗം കഴിച്ചാൽ പിന്നെ ആരെ എത്ര കൊന്നാലും കുഴപ്പമില്ല, പാപയാഗം വന്ന് കഴിച്ചാൽ മതി. അതിനെ മാറ്റുക. അതുകൊണ്ടാണ് ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളമെടുത്ത് വീഞ്ഞാക്കുന്നത്. നമ്മൾക്ക് അങ്ങനെ ഒരു റെഗുലേഷൻ മാത്രം സൂക്ഷിക്കുന്നതാണോ ക്രിസ്ത്യ ജീവിതം? ഇന്ന് ഞായറാഴ്ച വന്നു, ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും ഓ ഇന്ന് കുർബാന കൊണ്ടില്ലേ, ഓ പോരാ എന്തോ പറ്റി, അതാ കുഴപ്പം. കുർബാന കൊണ്ടില്ല, ഒന്നും പറ്റുന്നില്ല. ഇന്ന് പള്ളി വന്നില്ലേ, എന്തെങ്കിലും പറ്റുന്നില്ല. ആ കുർബാന കൊണ്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ കുർബാന കൊള്ളുന്നത് എന്തോ കുഴപ്പമില്ലാതിരിക്കാനല്ല, ഒരു സാക്രിഫൈസ് ആയിട്ട് എന്നെ സമർപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്, സബ്മിഷനാണ്. കർത്താവിനെ പോലെ ജീവിക്കാനായിട്ട് ഓൺ ബിഹാഫ് ഓഫ് ജീസസ്, by participating in the Holy Communion, I am proclaiming that on behalf of Jesus, I am talk about Jesus, I will stand for Jesus, I work as an Jesus. യേശുവിനെ പോലെ പ്രവർത്തിക്കാൻ വേണ്ടി. പക്ഷേ നമ്മുടെ ഇന്ന് ചൊല്ലും ആരാധനകളും എല്ലാം ഒരു റിച്വലിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. ഇപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ യേശുവില്ലാതെ ഒരു കല്യാണം പറ്റത്തില്ലെന്നാണ് ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാണ്? ജീസസ് ബിക്കെയിം ദ ക്രൈസ്റ്റ്. എന്നാൽ ഇത് നടക്കുമ്പോൾ
യേശു പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിലുള്ള അടയാളമാണിത്. അതിൻ്റെ അർത്ഥം എന്നാ? ഹി വാസ് നോട്ട് പോപ്പുലർ അറ്റ് ദാറ്റ് ടൈം. മാത്രമല്ല, ഒരു കമ്മ്യൂണിറ്റി യേശുവിൻ്റെ പുറകെ തുടങ്ങിയതേ ഉള്ളൂ. യേശുവിനെ യഹൂദന്മാരെല്ലാം ഔട്ട്കാസ്റ്റായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അവൻ്റെ മീറ്റിങ്ങുകളെല്ലാം ത്യജിക്കും. പരീശന്മാരും ഫാരസീസും സദൂക്യൻസും എല്ലാം കൂട്ടായിട്ട് യേശുവിനെതിരെ ലോബിയിങ് ആണ്. അപ്പം റിജക്റ്റഡ് ആണ്. ആ ടൈമിൽ റിജക്റ്റഡ് ആയിരിക്കുന്നവനെ വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോഴാണ് അത്ഭുതം നടന്നത്. എപ്പോഴും നമ്മൾ ചിന്തിക്കുക, നമ്മൾ ആരെയൊക്കെയാണ് നമ്മളൊരു ഫംഗ്ഷനിൽ പങ്കെടുപ്പിക്കുന്നത്? നമ്മുടെ സ്റ്റേറ്റസും വിലയും ഉള്ളവനെ മാത്രമേ നമ്മളൊരു കാര്യത്തിന് വിളിക്കത്തുള്ളൂ. നമ്മുടെ അത്രയും നിലയും വിലയില്ലെങ്കിൽ നമ്മൾ സാധാരണ എന്ത് ചെയ്യും? അവോയ്ഡ് ചെയ്യും. അപ്പോൾ എന്താണ് ഈ ഭാഗം പറയുന്നത്? റിജക്റ്റഡായി നിൽക്കുന്നതിൻ്റെ ഉള്ളിൽ ഒരത്ഭുതം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവെ, എനിക്ക് തിരസ്കരിക്കപ്പെട്ടവനെയും ഈ വേദപുസ്തകം പുതിയ നിയമം മുഴുവൻ പഠിപ്പിക്കുമ്പോൾ നോക്കിയോ, അത്താഴത്തിന് ക്ഷണിച്ചു, ആരും വന്നില്ല. കുരുടരും മുടന്തരും ഇവരെ എല്ലാം വിളിച്ച് കല്യാണ സാധ്യ നിറച്ചു, ശാലം നിറച്ചു. ഇവരിലാണ് ദൈവികത, പുതിയ സ്പിരിച്വാലിറ്റിയാണ്. അമ്മ വന്ന് പറഞ്ഞു, എനിക്ക് ഇവർക്ക് വീഞ്ഞില്ല. യേശു പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ നാഴിക, മൈ ടൈം. ടൈം എന്ന് പറഞ്ഞ് യേശു മരണത്തെപ്പറ്റി സൂചിപ്പിക്കുന്നൊരു വാക്കാണ് ടൈം. എൻ്റെ മരണമാണ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്. പബ്ലിക്കായിട്ട് ആദ്യത്തെ അടയാളം പ്രയോഗിക്കുമ്പോൾ തന്നെ യേശു അവിടുത്തെ ഒരു നോട്ടപ്പുള്ളിയായി മാറുകയാണ്. നമ്മളെപ്പോഴും നമ്മളെ തന്നെ ഒരു നോട്ടപ്പുള്ളിയാക്കാൻ ഇഷ്ടപ്പെടത്തില്ല. ഒരു നല്ല കാര്യമാണ് നമ്മൾ ചെയ്യുന്നെങ്കിലും അതുമൂലം നമുക്കൊരു ക്രൈസിസ് നേരിടുകയാണെങ്കിൽ, ക്രോസ് നേരിടുകയാണെങ്കിൽ നമ്മൾ അങ്ങനെയുള്ളവരെ വിട്ട് ഓടി ഒളിക്കും. യേശു എന്താ ചെയ്തത്? യേശു ഒരു നന്മയ്ക്ക് വേണ്ടി, ഒരാളുടെ നീടിന് വേണ്ടി നിന്നു എന്നുള്ളതാണ്. കൽപാത്രങ്ങളിൽ വീഞ്ഞ് തീർന്നു പോവുക. ഇന്ന് ഒരിക്കലും വീഞ്ഞ് തീരാത്തൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ വീഞ്ഞുണ്ടായാലും വീഞ്ഞ് പച്ചവെള്ളം പോലെ ആയി പോവുക. നല്ല ഭക്ഷണം വീട്ടിലുണ്ടാക്കി വെച്ചു, സ്വൈരത്തോട് കഴിക്കാൻ പറ്റുന്നില്ല. ആവശ്യമില്ലാതെ ഭർത്താവ് എന്തെങ്കിലും പറയുന്നു, ഭാര്യ എന്തെങ്കിലും പറയുന്നു, പിള്ളേർ കയറി വരുന്നില്ല ടൈമിൽ, സ്വസ്ഥതയില്ല. എൻ്റെ വീഞ്ഞ്, മേൽത്തരമായ വീഞ്ഞ്, 20 വർഷം കാത്തിരുന്ന വീഞ്ഞ് പച്ചവെള്ളമായിപ്പോയി. ഇന്ന് വീഞ്ഞില്ലാത്തതിൻ്റെ കുഴപ്പമല്ല, പക്ഷേ വീഞ്ഞ് രുചിക്കുമ്പോൾ പച്ചവെള്ളം പോലെ തോന്നുക. യേശു ഉണ്ടെങ്കിൽ മാത്രമേ ഈ വീഞ്ഞിന്, ഈ പച്ചവെള്ളത്തിലാണേലും വീഞ്ഞിനെ കണ്ടെത്താനായിട്ട് സാധിക്കുക. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് എന്താ? കർത്താവേ, വീഞ്ഞിൻ്റെ കുഴപ്പമല്ല, വീഞ്ഞ് വീട്ടിലുണ്ട്, രുചി വീട്ടിലുണ്ട്, പക്ഷേ എനിക്ക് രുചിക്കുന്നില്ല. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിക്കുന്നത്? എന്തുകൊണ്ടാണ്? നാക്ക് പറയും കഴിച്ചോ നല്ല രുചിയാണ്, മൂക്ക് പറയും കഴിച്ചോ നല്ല മണമാണ്, കഴിക്കാൻ കൊള്ളുന്ന സാധനമാണ്. ഒരു കെട്ട മണമാണെങ്കിൽ ആരെങ്കിലും കഴിക്കുമോ? ഇല്ല. മൂക്കും വായും കൂടെ ചേർന്നാണ് പറയുന്നത് കഴിച്ചോളാം. ഇറച്ചി നല്ലതല്ലേ? ഈ മസാലയൊക്കെ പുരട്ടാതെ കഴിക്കുന്നതല്ലേ എത്ര നല്ലത്. പക്ഷെ എന്തുകൊണ്ടാണ് മസാലയൊക്കെ പുരട്ടി വറുത്തെടുക്കുന്നത്? നമ്മൾ നാക്കിനെയും മൂക്കിനെയും കളിപ്പിക്കുകയാണ്, പറയുകയാണ് കഴിച്ചോ. ഇവിടം കടന്നു കിട്ടിയാൽ പിന്നെ ഒരു പ്രോബ്ലം ഇല്ല. എൻ്റെ വീഞ്ഞ്, നല്ല വീഞ്ഞ് ഒത്തിരി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് പച്ചവെള്ളം പോലെ തോന്നുന്നുള്ളൂ. ശിഷ്യന്മാരിവിടെ യഹൂദന്മാരിവിടെ കൽപാത്രങ്ങളിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. അതെന്തിനാണ്? അത് കയ്യും കാലും കഴുകാൻ വേണ്ടിയാണ്. അവരുടെ കയ്യും കാലും കഴുകുക അങ്ങനെയാണ്. കുളിക്കണം. മനസ്സിൽ എന്ത് കുഴപ്പമുണ്ടെങ്കിലും കുഴപ്പമില്ല, കുളിച്ചാൽ മതി. അതാണ് പറയുന്നത്. ഒരുത്തിനെ കൊല്ലാം, യാഗം കഴിച്ചാൽ മതി. ഒരുത്തിനോട് എന്തെങ്കിലും പറയാം, വന്ന് സ്വോത്രാഴ്ചിട്ടാൽ മതി. എന്തും പറയാം, കുളിച്ചാൽ മതി. കുർബാന കൊള്ളണം, നമുക്ക് കുളിക്കണം നമ്മൾ സാധാരണ പറയും. ആ കുളി മതിയോ? അങ്ങനെ കുളിക്കാതെ കുർബാന കൊണ്ട് മനസ്സ് നല്ലതാണെങ്കിൽ ആ കുളിക്കുന്നതിനകത്ത്, അതുകൊണ്ട് അടുത്ത ആഴ്ച നമ്മൾ കുളിക്കാൻ വരണം എന്ന് അർത്ഥത്തിലല്ല പറഞ്ഞു. മനസ്സിൻ്റെ പ്യൂരിഫിക്കേഷനാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. യേശു അത് പഠിപ്പിക്കുക. ഈ വെളുമ്പറമ്പിലിരുന്ന ഈ കൽപാത്രങ്ങളെ വേറും ശരീരം മാത്രം കഴുകാൻ ഉപയോഗിച്ചതിനെ അവരുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മീഡിയമായിട്ട് ഈ കൽപാത്രത്തെ ഉപയോഗിച്ചു. ഒരു മനുഷ്യൻ പോലും ഈ കൽപാത്രത്തെ ഇത്ര ഭോജ്യം നിറയുന്ന സ്പോട്ടായിട്ട്, പാത്രമായിട്ട് ഉപയോഗിച്ച് കാണത്തില്ല. ഇതാണ് കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. യേശുവിൻ്റെ അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടുപിടുത്തമാണ്, പുതിയ പുതിയ സാധ്യതകളാണ്. ഒരു കൊച്ചു ബാലൻ്റെ കയ്യിൽ നിന്നും
5000 പേരെ പോഷിപ്പിക്കുന്ന അപ്പത്തിൻ്റെ ശേഖരമുണ്ടെന്ന് കണ്ടുപിടുത്തമാണ് അത്ഭുതം. ഈ പച്ചവെള്ളത്തിനകത്ത് ഒരു വീഞ്ഞ് രുചിക്കും എന്നുള്ള കണ്ടുപിടുത്തമാണ്. ഈ കൽപാത്രങ്ങളും ഈ പ്രധാനപ്പെട്ട കലവറയിലെ വീഞ്ഞ് വിളമ്പാൻ പറ്റിയ പാത്രമാണെന്നുള്ള കണ്ടുപിടുത്തമാണ്. നമ്മൾ ഒരിക്കലും കൽപാത്രത്തെ വീഞ്ഞിൻ്റെ പാത്രമായിട്ട് ഉപയോഗിക്കത്തില്ല. എന്താണ്? നീ കൽപാത്രമാ, നീ കൊള്ളത്തില്ല, നീ വെള്ളയിൽ നിന്ന് വിളമ്പിക്കോളം പറയും. നമ്മളകത്ത് കയറ്റുകയില്ല. യേശു പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധ്യതയിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് അവസാനം ഇവർക്കെല്ലാം സന്തോഷമായൊരു കാര്യമുണ്ട്. ഈ അത്ഭുതത്തിനകത്ത് നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. ജോൺ ചാപ്റ്റർ 2. യേശുവിൻ്റെ കാര്യം എവിടെ വരെ പറയുന്നുള്ളൂ? കൽപാത്രങ്ങൾ വെള്ളമൊഴിക്ക് വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി നിറയ്ക്കുമെന്നേ പറയുന്നു. പ്രൊജക്ഷനെല്ലാം പിന്നെ നടക്കുന്നത് ആരാണ്? കൽപാത്രവുമാണ്, വേലക്കാരുമാണ്. ഇന്ന് നമ്മളെങ്ങാനും ഇച്ചിരി വീഞ്ഞ വല്ലതും ഉണ്ടാക്കിയെങ്കിൽ പിന്നെ അത് പോരുന്നിടം വരെ ആ കൽപാത്രത്തിൽ നിന്ന് വിടത്തില്ല, മുന്നേ നിൽക്കും. നിങ്ങൾ ഇന്ന് മാരാമ കൺഷൻ തുടങ്ങുന്നില്ല ഈ ദിവസം. നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്ന് തിരുമീനയുടെ ചെവിയിൽ ഏതോ പറയുന്നത് കേൾക്കത്തില്ല. അത് ഏതാണ്ട് വലിയ ചുമ്മാതെ അവലെ കയറി അങ്ങോട്ട് പോയപ്പോൾ ചുമ്മാന്ന് പറഞ്ഞത്. അപ്പം ആ കേൾക്കുന്ന ആളുകൾ ഞാൻ എന്തോ വലിയ ആളാണ്. ഇതാണ് നമ്മുടെ ഒരു പ്രത്യേകത. ഇതാണ് ഒന്നുമല്ലേലും എനിക്കൊന്ന് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടു. ഈ അത്ഭുതം എന്താ പറഞ്ഞത്? പ്രൊജക്റ്റ് ചെയ്യപ്പെടാതെ പുറകെ നിൽക്കപ്പെടുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതിൽ കൂടുതൽ ഒരു അത്ഭുതം ഈ ലോകത്തില്ല. ഈ അത്ഭുതം യേശു തന്നെ ഇവിടെ അത്ഭുതമാണ്. വീഞ്ഞാകട്ടെ എന്ന് പറഞ്ഞു, പിന്നെ കാണാനേ ഇല്ല. ഇത് വീഞ്ഞായി കഴിഞ്ഞാൽ ആ പാത്രവും വെള്ളവും വീഞ്ഞ് കൊടുക്കുന്നതും ഓട്ടൻ വരും. അതാണ് യേശു പുറകിൽ പോയി. വേലക്കാരെയും കൊണ്ട് വീഞ്ഞ് വിളമ്പാമെന്ന് ആദ്യമായി കണ്ടുപിടിച്ചത് യേശുവാണ്. ഇവിടെ വേലക്കാരെ വെള്ളം കോരാനേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. യേശു പറഞ്ഞു, പിന്നെ വെള്ളം കോരാൻ മാത്രമല്ല ഉപയോഗിക്കുന്നത്, വീഞ്ഞ് വിളമ്പാനും കൊള്ളാം. വീഞ്ഞിൻ്റെ വലിയ പാത്രത്തെയും വഹിക്കാനും നിനക്ക് കൊള്ളാം. അതുകൊണ്ട് എന്താണ് ഈ ഭാഗം നമ്മളോട് പറയുന്നത്? ഇവിടെ ഇരിക്കുന്ന എല്ലാവരിലും വലിയ അത്ഭുതമുണ്ട്. ഏതൊരു മനുഷ്യനെയും നമ്മൾ കാണുമ്പോൾ അവനിലൊരു ഒരത്ഭുതം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് പാടിക്കണം. റിജക്റ്റഡ് ആയിട്ടുള്ളവരെ സ്വീകരിക്കണം. അവിടെയാണ് വെൻ ഐ അക്സെപ്റ്റഡ് ദ റിജക്റ്റഡ് വൺ. ഈ കുരിശിലെ കള്ളൻ്റെ അത്രയും മോശമായ ഒരാളിനെ നമുക്ക് കാണാനില്ലല്ലോ. ഏറ്റവും സൗഭാഗ്യം നമ്മൾ കാണുന്നത് ആ കുരിശിൽ കിടന്ന് പള്ള ഇതൊക്കെ പറഞ്ഞപ്പോൾ മറ്റേ കള്ളം പറഞ്ഞു, അവനെയൊന്നും പറയല്ലേ, നീ ഇന്ന് എൻ്റെ കൂടെ പറുദീസയായിരിക്കും. ഡയറക്റ്റ് പറുദീസയിൽ പോയത് കള്ളനാണ്. നമ്മളാണ് ഇവനെ പറുദീസ വിടണമെന്ന് നോക്കും. ആളുകളോടൊക്കെ ചോദിച്ച് അവന് 2 ഹല്ലേലൂയൊക്കെ ഒന്ന് പറഞ്ഞു വരട്ടെ, ഒരു സാക്ഷിയൊക്കെ ഒന്ന് പറഞ്ഞു വരട്ടെ എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ വിടത്തുള്ളൂ. ദിസ് ഈസ് ദ അത്ഭുതം. അതുകൊണ്ട് കർത്താവ് എന്താ മെഡിറ്റേഷൻ? ഈ നോമ്പ് തുടങ്ങുമ്പോൾ എന്താ മെഡിറ്റേഷൻ? കർത്താവെ, രുചി നഷ്ടപ്പെട്ടവർക്ക് രുചി കൊടുക്കാനും റിജക്റ്റരായവരിൽ നിന്നെ കാണാനും എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ആ തിങ്കിങ് എൻ്റെ ജീവിതത്തിലുണ്ടാകുമ്പോൾ കൽപാത്രങ്ങൾ വീഞ്ഞുപാത്രമാക്കാൻ പറ്റും. എൻ്റെ വെള്ളത്തിൽ എനിക്ക് വീഞ്ഞ് കണ്ടെത്താൻ പറ്റും എന്ന് നമ്മൾ പറയും. പോയി നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ച് ചോദിക്കുക. ഇവിടെ ഇരിക്കുന്നവരുടെ എല്ലാം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ന്യൂനത കാണും. ഡിഫക്റ്റ് ഇല്ലാത്ത ഒരു കാര്യവും ഇല്ല. ISI മുദ്ര എന്ന് പറയുന്നൊരു മുദ്ര നാട്ടിലുണ്ട്. ആ മുദ്ര പറയുന്നത് ഈ പാത്രം ഒരു കുഴപ്പമില്ല, എടുത്തെറിഞ്ഞാലും ചളങ്ങത്തില്ല, നല്ലതാണെന്ന് പറയുന്നത്. പക്ഷേ ഏത് ഏതിനകത്തും എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ട്. ഇവരെ ഡിഫക്റ്റ് ഇല്ലാത്ത, പ്രതിസന്ധി ഇല്ലാത്ത, പ്രശ്നങ്ങളില്ലാത്ത ഒറ്റ മനുഷ്യരും ഇല്ല. അപ്പോൾ ചിലവർ എൻ്റെ വീട്ടിൽ ഒരു പ്രശ്നം ഒന്ന് നോക്കിക്കാൻ മതി, എന്തെങ്കിലും പ്രോബ്ലം, അല്ലെങ്കിൽ നാളെ ഒരു ഞൊണൽ വരും, ഒരു പ്രശ്നം വരും, എന്തെങ്കിലും പ്രോബ്ലം വരും. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ പറയേണ്ടത് എന്താ? എനിക്കൊരു പ്രശ്നമുണ്ട്, എനിക്കൊരു പ്രതിസന്ധിയുണ്ട്, എനിക്കിപ്പോൾ എൻ്റെ വീഞ്ഞങ്ങ് പച്ചവെള്ളമായി പോയി ഒറ്റ ദിവസം കൊണ്ട്. പക്ഷേ ഞാൻ ഈ പച്ചവെള്ളത്തിലും എന്ത് രുചിക്കുന്നു? വീഞ്ഞിനെ കാണുന്നു. ഗീവ് ദ പവർ ടു ടേസ്റ്റ് വൈൻ ഇൻ വാട്ടർ. ദൈവമേ, എൻ്റെ പ്രതിസന്ധിയിൽ, എൻ്റെ കുഞ്ഞുങ്ങളെ പറ്റിയുള്ള പ്രതിസന്ധിയിൽ, എൻ്റെ ഫാമിലിയെ പറ്റിയുള്ള പ്രശ്നത്തിൽ, എൻ്റെ ബുദ്ധിമുട്ടിൽ എനിക്ക് വീഞ്ഞ് രുചിക്കാനുള്ള മനസ്സിൻ്റെ ധൈര്യം, എൻ്റെ വീഞ്ഞ് രുചിക്കാനുള്ള സന്തോഷം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കും.